ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മടിച്ചികളായതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴേക്കും അതൊരു സുഖമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കുറച്ച് സ്കിൻ കെയർ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. സ്കിൻ കെയർ പ്രൊഡക്ട്സ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലേ, ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആണല്ലോ, നാച്ചുറൽ ബ്യൂട്ടി ആണോ എന്നൊക്കെ. എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ ഐലൈനറൊക്കെ വെച്ച് കണ്ണെഴുതി കഴിഞ്ഞാൽ എഴുതുന്ന അത്രയും ഭാഗം പൊങ്ങി വരിക, അത്രയും ഭാഗത്ത് തൊലി പോവുക, അങ്ങനെ ഭയങ്കര മെനക്കേട്, ഭയങ്കര എന്നെ അലാക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ മൂക്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് തൊലി പോയിട്ട് ഭയങ്കര ഒരു കുഞ്ഞു 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 വെള്ള കളറിൽ വന്നു. ഞാൻ എൻ്റെ മൂക്ക് പൊത്തി പിടിച്ചാണ് വീണ്ടും ഉള്ളിലേക്ക് ഓടിക്കറിയുക. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അവർ തലയിൽ താരനുണ്ടെങ്കിൽ അതിൻ്റെ ഇരിക്കുന്നു. ഡോക്ടർ ഇങ്ങനെ മാന്തിയൊക്കെ നോക്കി. അപ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വന്ന രീതിക്ക്, പറക്കണ രീതിക്ക്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തല ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന രീതിക്കൊന്നും താരനൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കേസ്. ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കമ്പനിയുടെ അടുത്ത് തന്നെ ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് ഞാൻ പോയിട്ട് ഏത് ചേട്ടാ നല്ല സ്കിൻ കെയർ പ്രൊഡക്ട്സ് പാക്കിനൊക്കെ പറ്റി സാധനങ്ങൾ പറഞ്ഞു തരാൻ പറയുമ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഇതുണ്ട് റെഡ് സാൻഡൽ പൗഡർ, രക്തയന്ത്രം, അതിൻ്റെ കട്ട. ഇത് ഭയങ്കര മെനക്കേടാണ്. പക്ഷേ എനിക്കിത് ഉപയോഗിക്കുന്ന സമയത്ത് സ്കിൻ ഭയങ്കര ഡാർക്കായി പോകുന്നവർ തോന്നും. പിന്നെ പുള്ളി എനിക്ക് റോസ് പെറ്റൽ പൗഡർ, മുൾട്ടാനി മിൽട്ടിയൊക്കെ തരും, എന്നിട്ട് മിക്സ് ആക്കി തേക്ക് എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ സാമ്പിളൊക്കെ തരും കേട്ടോ. ഇഷ്ടപ്പെട്ട വാങ്ങിയാൽ മതി. അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ഈ തേനൊക്കെ കഴിഞ്ഞ്. തേനൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കൂടുതലും എൻ്റെ സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറ്റാറ്. വെറുതെ തേൻ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ചേഞ്ചൊക്കെ തോന്നാറുണ്ട്. അതായത് സ്കിൻ ബ്രൈറ്റ് ആവും, അങ്ങനെയല്ല, അതല്ലാതെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാറുണ്ട്. അങ്ങനെ കൂടുതൽ അവിടെ നിന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ലേ, അതിൻ്റെ നോപ്പിയാണത്. കുറേ മരുന്നുകൾ കിട്ടി. ഇതൊന്നും എൻ്റെ മുഖത്ത് തേക്കാനുള്ള സാധനങ്ങളല്ല കേട്ടോ. കൂടുതൽ എനിക്ക് ബ്ലഡ് കുറവിൻ്റെ, പിന്നെ അസിഡിറ്റിൻ്റെ, ഗട്ടിലാണ് എപ്പോഴും പ്രശ്നം. അപ്പം അതിൻ്റെ മരുന്ന്. പിന്നെ എനിക്ക് തന്നത് ഒരു അവിടെ ഇരിപ്പട്ടെ സിദ്ധാർത്ഥക സ്നാനചൂർണം. അത് നമ്മൾ മോരിൽ കലക്കിയിട്ട് കുളിക്കുക. അപ്പം അത് ഞാൻ അതൊരു സ്ക്രബാണ്. ഞാൻ സാധാരണ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ ഇത് ബോഡി ലോഷനാണ്. ഫോക്സ് ടെയിലിൻ്റെ തന്നെ ഒരു നല്ലൊരു ബോഡി വാഷ് ഉണ്ട്. നല്ല സ്മെല്ലുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നല്ല റിസൾട്ടാണ്. അതുപോലെ ഞാൻ ടാൻ റിമൂവൽ ചെയ്യണ സോപ്പുകളാണ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. പിന്നെ അത് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരു തൊഴിൽ രഹിത ആയതുകൊണ്ട് എനിക്ക് തീരുമ്പോൾ ഇപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് ആ ഒരു സ്ക്രബ് നല്ലോണം വർക്കാണോ തോന്നി. അപ്പോൾ ഞാനത് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സോപ്പിട്ട് കഴുകാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ട് അതിട്ട് കുളിച്ച്, അല്ലാത്ത സമയങ്ങളിൽ ക്ലാസ്സിലൊക്കെ പോകേണ്ടി വരുന്നതുകൊണ്ട് രാത്രിയാണ് അതിട്ട് കുളിക്കാറ്. കാരണം ഒരു മോരിൻ്റെ തൈരിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ മേത്തേക്കിങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ഞാൻ ഈ സ്മെല്ല് ചെയ്ത് നോക്കണേ പുറത്തേക്ക് പോകലില്ല കേട്ടോ. പിന്നെ ഞാൻ ഫേസിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അവിടെ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ. ഇതിൻ്റെയൊക്കെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്, എന്നാലും ഞാൻ വെറുതെ പറയാം. പിന്നെ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഗൈസ്. ഇതെന്തിനാ വാങ്ങിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ പിങ്ക് കുറെ പേര് റിവ്യൂ ഒക്കെ ഇടാൻ കണ്ടിട്ടുണ്ട്, അത് നല്ലതാന്ന് പറയണത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ആർക്കും കൊടുക്കാറുണ്ട്. ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞാന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു തോന്നലിന് വാങ്ങിയതാണ്. വില കണ്ണൊക്കെ തള്ളി പുറത്ത് വന്ന്. പിന്നെയുള്ള സാധനം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഒരുപാടുണ്ട്. ഞാനൊരാൾ ഇത്രയും വലിയ ബോട്ടിലൊക്കെ, ഞാൻ ഭയങ്കര സ്കിന്നിനൊന്നും അത്രയും വലിയ കെയറൊന്നും കൊടുക്കാത്ത ഒരാളാണ്. പിന്നെ ഇതേപോലത്തെ സാധനങ്ങളെക്കാളും കൂടുതലും എനിക്ക് ഇതേപോലെ വല്ല ആയുർവേദ ഷോപ്പിൽ, അങ്ങാടിക്കടകളിൽ കിട്ടുന്ന പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കാനാണ് കൂടുതൽ ഇഷ്ടം. സേഫാണല്ലോ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ പെണ്ണ് ഇത് തേച്ച് കഴിഞ്ഞാൽ നാളെ ആയാലും മേലെ നല്ല സൂപ്പറായിട്ടിരിക്കും, പൊടിയും അഴുക്കൊന്നും പിടിക്കാതെ. എനിക്ക് ഈ പ്രൊഡക്ട്സിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാനില്ല. ആൾക്കാർ ഇങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഒക്കെ ഇടാൻ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ലിപ്സ്റ്റിക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഞാൻ അതും വെച്ചിട്ട് എന്ത് റിവ്യൂ ചെയ്യാനാണ്? പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാനും അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം കാണിച്ചു തരാം. കട്ടലിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു വലിയ എനിക്ക് കട്ടലിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു വലിയൊരു പാത്രത്തിൽ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരും. അല്ലെങ്കിൽ വേണ്ട, കാണിക്കണ്ട. ഇത് എൻ്റെ ഞവരരി. ഓൾറെഡി ഞാനൊരു ലോങ് വീഡിയോയും, ആ ലോങ് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയില്ല. ലോങ് വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞവരരി അത് പൊടിച്ചതാട്ടെ. ഇതിൽ ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല സ്മെല്ലല്ലേ കസ്തൂരി മഞ്ഞളുടെ.
ഈ ഞവരരി ഫേസ് പാക്കൊക്കെ നമുക്ക് എപ്പോഴും പോയി ചെയ്യാൻ മുതലാവൂല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ വാങ്ങിച്ചു. 60 രൂപ എനിക്ക് കിട്ടിയത്. ബാക്കി വേറെ ഡപ്പിലിട്ട് വെച്ചേക്കണേ. എനിക്ക് പറ്റുമ്പോൾ പോലെ അത് നല്ലോണം കഴുകുക. അരി നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി എടുത്തിട്ട് പൊടിച്ച് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും മിക്സാക്കി, ഞാൻ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ ആര്യത്തിൻ്റെ ഇല പൊടിച്ചിട്ടാണ് മിക്സാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുക. അത് നല്ല റിസൾട്ട് ഉണ്ടാവും. ചർമ്മത്തിന് പ്രായം തോന്നിക്കില്ല, ചുക്കും ചുളവും ഒന്നും നിങ്ങളുടെ ഫേസിൽ വരികയില്ല. പിന്നെ ഈ അടുത്ത് ഞാൻ വാങ്ങിയൊരു സാധനമാണ് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ. ഇത് ഞാൻ പറഞ്ഞില്ലേ അന്ന് എൻ്റെ സ്കിന്നിൻ്റെ തൊലി പൊളിഞ്ഞോട്ട് ഞാൻ പേടിച്ചു. ഇത്രയോ ഇല്ല എനിക്ക്. ഞാൻ മുഖം പൊത്തി പിടിച്ചുകൊണ്ട് ഓടി. അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് ഇത്. ഇത് ഉപയോഗിച്ചപ്പോഴും എനിക്ക് നല്ല രീതിക്ക് മാറ്റം വന്നൊരു സാധനം കേട്ടോ. നല്ല രീതിക്ക് മാറ്റം വന്നൊരു സാധനമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ വാങ്ങിച്ച മരുന്നിനെ കുറിച്ച് പറയാം. ഇപ്പോൾ വാങ്ങിച്ച മരുന്ന് ഇവിടെ എല്ലാം അവിടെ ഇരിക്കുന്നു. എടുത്തുകൊണ്ട് പോവാ. ഞാൻ ഓടിച്ചിടാ എടുത്തുകൊണ്ട്. അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ച് ഈ സ്കിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ 26 വയസ്സിലാണ് ആദ്യമായിട്ട് പാർലറിൽ പോയിട്ട് പിരികം ത്രെഡ് ചെയ്യണം. സാധാരണ ഞാൻ പാർലറിൽ ആകെ പോണത് ഹെയർ കട്ട് ചെയ്യാൻ ഒക്കെയാണ്. ഹെയർ കട്ട്, ഹെയർ കളർ, അതും അങ്ങനെ പാർലറിലല്ല പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഷോ ഒക്കെ വരുമ്പോൾ പ്രൊമോഷൻ ഇല്ല, അതായത് ഹെയർ കളർ പ്രൊമോഷൻ വർക്കൊക്കെ കിട്ടുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പം ത്രെഡ് ചെയ്യണം. എൻ്റെ 26 വയസ്സിൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ടാട്ടോ. അന്ന് അങ്ങനെ ത്രെഡ് ചെയ്യണ സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചാൽ ആദ്യമായിട്ട് ത്രെഡ് ചെയ്യണുണ്ടായിരുന്നു. മൊത്തം മുറിവായെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇല്ല എനിക്ക്. സെലിബ്രേഷൻ അന്ന് ഈ മുറിവിൻ്റെ പാട് എങ്ങനെ ഉണക്കും എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഞാൻ ഭയങ്കര പയ്യെ എടുക്കാൻ നോക്കിയിട്ടും മുറിവാവണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ചോദിച്ചു ഒന്നല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണമുണ്ട്, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ മിസ്റ്റേക്ക്, അത്ര ഞാൻ വിചാരിച്ചു. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയയും ഇല്ല, ആദ്യമായിട്ടാണല്ലോ. അപ്പം എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ട് എപ്പോഴും പോണ ഒരു പാർലറുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു അവൾ പോകണതല്ലേ, അത് നമുക്കും അവിടെ പോകാം. ഞാൻ പോകുന്ന സമയത്ത് അത്യാവശ്യം കുറേ പിള്ളേർ അവിടെ കോളേജൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഒരുപാട് പേര് വന്ന് ത്രെഡൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ പോയപ്പോൾ എനിക്ക് ഈ സെയിം അവസ്ഥ. എൻ്റെ പിന്നെ എനിക്ക് മുറിവെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്ക് അമ്മാതിരി മുറിവ്. ആ ചേച്ചി ഈ സെയിം എൻ്റെ സ്കിന്നിനെയാണ് പറയണം. അപ്പം ഞാൻ ശരിയാണ്, ഇപ്പം ആരെങ്കിലും വന്നിട്ട് എൻ്റെ സ്കിന്നിലൊക്കെ പയ്യെ പോലും ഇങ്ങനെയൊക്കെ എന്താ തൊട്ടൊക്കെ തന്നാന്ന്, അതായത് തൊട്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ മുന്നേ IT പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ടവലിൽ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ സെറ്റിങ് എന്തൊക്കെ പൗഡർ ഉണ്ട് എനിക്കറിയില്ല, കോമ്പാക്റ്റ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് വേദന എടുക്കണമെന്ന് പറയും. ഞാൻ വെച്ചാൽ എൻ്റെ സ്കിന്നിൻ്റെ കുഴപ്പമാണ്. അതേ സമയത്ത് എൻ്റെ ഈ കണ്ടോ ഞരമ്പൊക്കെ നല്ല തെളിഞ്ഞ് പുറത്ത് കാണാൻ പറ്റും. ഇതിൽ എത്ര കാണുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ദൂരെ നിന്ന് ആൾക്കാർ ഓടി വരും. ഈ ഭാര്യയുടെ മുഖത്തെന്താ, അല്ലെങ്കിൽ ചിലർ കുടിക്കുന്നത് മുഖത്ത് തുടച്ച് കളയുന്ന രീതിയിലാണ്. കാരണം വെയിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കണേ. അപ്പം ഞാൻ 2 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഡോക്ടറെ കാണും. ഡോക്ടർക്ക് വല്ല കുഴപ്പമുണ്ടാകും. പിന്നെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ വെയിനൊക്കെ നല്ല ഭൂപടം കണക്ക് അങ്ങനെ ഇങ്ങനെ നല്ല രീതിക്ക് തെളിഞ്ഞ് നിൽക്കും. ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി തെളിഞ്ഞ് നിൽക്കും. അപ്പം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ അധികം അങ്ങനെ മുഖത്തൊന്നും വാരി വലിച്ച് തേക്കാറില്ല. ആകെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യം സ്ട്രോബ് ക്രീം. അതെനിക്ക് മസ്റ്റാണ്. തീരുമ്പോൾ വാങ്ങിക്കും. പിന്നെ എൻ്റെ സൺസ്ക്രീൻ, അത് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുള്ളതാട്ടോ. അതേ ഫോക്സ് സ്റ്റൈലിൻ്റെ ഞാൻ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഡീകൺസ്ട്രക്റ്റ്, ഡോക്ടർ ഷെഫ്, ഇതൊക്കെയായിരുന്നു എനിക്കിഷ്ടം. ഒരു പ്രാവശ്യം വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കണത് വെറുതെ ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഫോക്സ് സ്റ്റൈലിൻ്റെ. എൻ്റെ അമ്മ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് മാറ്റിയിട്ടില്ല. നിങ്ങളൊരു കൂട്ടം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് മുന്നേ ഒരു വാക്കുണ്ട്, പക്ഷെ ഇത് ഭയങ്കര തൊട്ട് മുമ്പുള്ളത്. ഇത് തീർന്നിട്ട് ഞാനിത് കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇങ്ങനെ തുടച്ചെടുത്ത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഫോക്സ് സ്റ്റൈലിൻ്റെ തന്നെ ബ്രൈറ്റനിങ് ബോഡി ലോഷനാണ്. അതുപോലെ തന്നെ ബോഡി വാഷും ബ്രൈറ്റനിങ് ബോഡി വാഷായിരുന്നു. നല്ല റിസൾട്ടുള്ള സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇത് തീരുമ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനിത് മാറ്റി ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റൊക്കെ വെറുതെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ മാറ്റുള്ളൂ. അതുവരെ ഞാനിത് മാറ്റില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ബോഡി ലോഷൻ, ബോഡി വാഷ്, അതേപോലെ തന്നെ സൺസ്ക്രീൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ. ഇത് പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അടിപൊളി. പിന്നെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഇത്. പിന്നെയുള്ള മരുന്നിനെ കുറിച്ചും കൂടി പറഞ്ഞേക്കാം. ഇതൊക്കെയാണ് ബ്ലഡ് ഉണ്ടാവാനും, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡിക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ, അതായത് എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവും കാര്യങ്ങളുണ്ട്, കാൽസ്യത്തിൻ്റെ കുറവ്, ജോഗ്രഫിക്കൽ ടങ്ക്, അല്ലെങ്കിൽ ചുണ്ടിൻ്റെയൊക്കെ ഇവിടെ എപ്പോഴും പോളം വന്ന് പൊട്ടുക, പിന്നെ കയ്യുമ്മ ടാൻ. നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഇപ്പം ഇത്ര ദൂരെയാണ് കയ്യുമ്മ ടാനൊക്കെ ഭയങ്കര സീനാണ്. അതായത്
ഉച്ചത്തെ ഒരു കരി വെയിൽ കൊള്ളാതെ ഞാൻ വിടാറില്ല. കാരണം എന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് വൈകുന്നേരത്തൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ചൂടിൽ ഞാൻ ആകെ ചാള ഉറപ്പായി പോകും. ഈ ഒരു മരുന്ന് എനിക്ക് വന്നിട്ടോ വയറ് ശരിയാവാൻ. എനിക്ക് ഈശ്വരാവും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം ബാത്റൂമിൽ പോകണം. നമ്മൾ കണ്ണൂർ പോയ സമയത്ത് ഇതേപോലെ ബസ് വരാത്ത ടെൻഷൻ കൊണ്ടിരിക്കും ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വന്നുകൊണ്ട് അവസാനത്തെ ബസ് വരെ മിസ്സാക്കിയ ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഉടായ്പ വ്ളോഗ്. ഏത് നിങ്ങൾക്കെങ്ങാനും ഉപകാരപ്പെട്ടാലോ. എപ്പോഴും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. സ്കിന്നൊക്കെ ഭയങ്കര സീനായിട്ടുള്ളൊരു സാധനം കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്തവന്മാരും ഭാഗ്യവാന്മാരായി. എന്നെ സംബന്ധിച്ച് ഒന്നും തേക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പൗഡർ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇന്ന് ഇത്ര പറയാൻ പറ്റുന്നില്ല. അപ്പം ഇന്ന് ഇത്ര ഉള്ളു. ബൈ.